എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്കിടയിൽ ഒരു ദിവസം ഷാജിയെക്കുറിച്ച് എന്തെങ്കിലും 10 വർത്താനം പറഞ്ഞില്ലെങ്കിൽ ആർക്കും അങ്ങോട്ട് ഉറക്കം വരില്ല എന്നുള്ളൊരവസ്ഥ വന്നിരിക്കുകയാണ്. കുറേ ആളുകൾക്കൊക്കെ അവളെക്കുറിച്ച് കേട്ടില്ലെങ്കിലും ഉറക്കം വരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വല്ലാത്തൊരു തരം വൃത്തികെട്ട അവസ്ഥ തന്നെയാണിത്, അല്ലേ? അപ്പോൾ എന്തായാലും എനിക്കും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രതികരിച്ചില്ലെങ്കിൽ എനിക്കും ഉറക്കം വരില്ല. എന്തായാലും നമുക്കിപ്പോൾ അതായത് പുള്ളിക്കാരത്തി ഇന്നലെ ചില സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ഫുൾ എടുത്തിട്ടൊന്നുമില്ല. എന്നാലും ചില കാര്യങ്ങൾക്കൊക്കെ പുള്ളിക്കാരത്ത് പറഞ്ഞ ചില വാക്കുകൾക്കൊക്കെ മറുപടി കൊടുക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചില വാക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഷാജിയെക്കുറിച്ച് കേട്ട് ബോറടിച്ച് പണ്ടാറടങ്ങിയവരൊക്കെ ഉണ്ടെങ്കിൽ കേൾക്കാൻ നിൽക്കേണ്ട. താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ നേരെ ഈ പുള്ളിക്കാരത്ത് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇസ്ലാമിക് ചാനൽ ഉണ്ടല്ലോ, അയാളിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അയാളുടെ അടുത്ത് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഇയാൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വോയിസും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഓൾറെഡി പുറത്ത് വന്നിട്ട് ഞാൻ അയച്ചെടുത്ത ഫോട്ടോസും അയാൾ എനിക്ക് അയച്ചെന്ന ക്യാഷ്, ഞാൻ അയാൾ ക്യാഷ് തന്നിട്ടില്ല എന്ന് ഒരിക്കലും പറയില്ല. കാരണം ഞാനിത് യൂട്യൂബിന്റെ മുന്നിൽ വന്ന് പറയണ്ടെന്ന് വിചാരിച്ചൊരു സംഭവമാണ്. ഞാൻ മറിച്ച് പുള്ളിക്കാരനുണ്ടല്ലോ റഹൂഫ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരനുണ്ടല്ലോ, താലിമാലയുടെയൊക്കെ ആള്, ആ പുള്ളിക്കാരൻ്റെ കാര്യമാണ് കേട്ടോ ഈ പെൺകുട്ടി ഇരുന്ന് പറയുന്നത്. പറഞ്ഞാൽ ഇത് പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ വിഷയങ്ങളാണ്. ഇത് യൂട്യൂബിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞില്ല. അങ്ങനെ പിന്നെ ഇയാള് മെഹർ അയച്ചു കൊടുത്തു. ഞാൻ ഇതേപോലെ ചെയിനും കാര്യങ്ങളൊക്കെ മേടിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു നാട്ടിൽ വരുമ്പോഴേക്കും നീ സെലക്ട് ചെയ്തിട്ട് ചെയിൻ മേടിക്കും. അപ്പം ഞാൻ ഈ ചെയിൻ മേടിച്ചതിൻ്റെയും ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തു കേട്ടോ അയാൾക്ക്. പിന്നെ ഈ പ്രശ്നമായപ്പോൾ ഞാൻ ഇയാൾക്ക് പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് സത്യത്തിൽ പോകാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ക്യാരക്ടർ ശരിയില്ല. നിങ്ങൾ പിന്നെ പല പെണ്ണുങ്ങൾക്കും പൈസ അയച്ചു കൊടുത്തിട്ടാണ് നിങ്ങളുടെ സ്വഭാവം എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ നിങ്ങളും ചേരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ അടുത്ത് ഒഴിവായി. അപ്പോൾ ഇയാൾ നമ്മൾ പിന്നെ പത്തരമാറ്റാണല്ലോ, ഭയങ്കര പ്രശ്നം. പിന്നെ ഞാൻ അങ്ങനെ ആക്കും, നിന്റെ ഫോട്ടോ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അതാക്കും ഇതാക്കും പറഞ്ഞിട്ട് ഇയാൾ കമന്റ്സും ബാക്കിയുള്ളതും കാര്യങ്ങളും ഒരുപാട് ഇയാൾ ചെയ്തുട്ടാ. അല്ല, ഫോട്ടോ എടുത്തിട്ട് എന്താക്കാനാണ്? എൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതാക്കും ഇതാക്കും എന്നൊക്കെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. കാരണം അയാൾ കുറച്ച് ഫോട്ടോ ആവശ്യപ്പെട്ടു ഈ പുള്ളിക്കാരത്തിയുടെ. അപ്പോൾ ഈ പുള്ളിക്കാരത്തി ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ ആ ഫോട്ടോ വെച്ചിട്ടാണ് എന്തൊക്കെയോ ആക്കും എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ആ ഫോട്ടോയിൽ? എന്തെങ്കിലും ആവട്ടെ, ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, ആ ഒരു സംഭവമാണ് ഇപ്പം യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം. സത്യാവസ്ഥ ഇതാണ്. എൻ്റെ മാമ സംസാരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഞാൻ മറച്ചു വെച്ചൊരു കല്യാണാലോചനയൊന്നല്ല ഇത്. പിന്നെ അയാളെ ഒരിക്കലും ഞാൻ ചതിച്ചിട്ടില്ല, പൈസ മേടിച്ച് പറ്റിച്ചിട്ടില്ല. അയാൾക്ക് ഇന്നൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ എളാമാൻ്റെ മോൻ പൈസ തന്നാൽ ഉടനെ അയാൾക്ക് ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന്, ഞാൻ ക്യാഷ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇളയമ്മയുടെ മോൻ പൈസ തന്നില്ലെങ്കിൽ ഇട്ട് കൊടുക്കത്തുമില്ല അല്ലേ? അങ്ങനെ അന്തസ്സുണ്ടെങ്കിൽ താനിപ്പോൾ ഇളയമ്മയുടെ മോൻ പൈസ തരുന്ന നോക്കിയിരിക്കണ്ടല്ലോ. കാതിലും കഴുത്തിലും ഒക്കെ അയാളുടെ പൈസ വെച്ച് മേടിച്ച സ്വർണ്ണാഭരണങ്ങളൊക്കെ കുറേ കിടപ്പുണ്ടല്ലോ. അത് വിറ്റിട്ട് ആ ഏർപ്പാടങ്ങ് തീർത്തുകൂടെ? ഇളയമ്മയുടെ മോൻ അല്ലെങ്കിൽ പണയം വെച്ചാലും മതിയല്ലോ. ഇളയമ്മയുടെ മോൻ പൈസ തരുമ്പോഴത്തേക്ക് അതൊക്കെ തിരിച്ചെടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ കുട്ടി. ഇങ്ങനെ പൈസ മേടിച്ച് പറ്റിക്കുന്ന എല്ലാവരും പറയുന്ന വാക്ക് ഇത് തന്നെയാണ്, ഞാൻ എപ്പോഴായാലും തിരികെ തരും, എന്നിട്ട് പക്ഷേ നാളെ തരാം മറ്റന്നാൾ തരാം എന്നുള്ള ആ ഒരു പ്രയോഗമായിരിക്കും വരുന്നതെന്ന് മാത്രം. അതൊക്കെ കേട്ടിട്ടും പിന്നെ ഇയാൾ വേറെ അയാൾക്ക് മെയിനായിട്ട് എന്നെ കല്യാണം കഴിക്കണം, അതാണ് ഇപ്പം അയാളുടെ ഒരു സംഭവം. എന്നിട്ട് അയാൾ അത് പിന്നെ അങ്ങനെയല്ലേ, അയാളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ തന്ന പൈസകൾ അത്രയും മേടിച്ചു. അയാളുടെ പൈസയിൽ നിന്ന് മഹരെന്നും പറഞ്ഞ് ഗോൾഡ് വാങ്ങിച്ചു, താലി വാങ്ങിച്ചു, എല്ലാം ചെയ്തു. എന്നിട്ട് പിന്നെ അയാൾക്ക് പിന്നെ കല്യാണം കഴിക്കണ്ടേ? അതെന്ത് പറച്ചില്ല വെച്ചേ? എൻ്റെ അടുത്ത് വിളിച്ചിട്ടും കോൾ വിളിച്ചിട്ടും ഫോണിൽ വോയിസ് കിട്ടിട്ട് ഇയാൾ എൻ്റെ പറയുന്നറിയാം. ഞാൻ കുറേ ബ്ലോക്ക് കിട്ടിട്ട് വെച്ചു കേട്ടോ. പിന്നെയും ഇയാൾ ഫുൾ നെറ്റ് കോളാണ്. നെറ്റ് കോൾ ആയതുകൊണ്ട് കുറേ ബ്ലോക്ക് ഇടാൻ പറ്റില്ല. വിളിക്കലൊക്കെ ഇയാളായിരിക്കും. പിന്നെ ഇയാൾ ഭയങ്കര പ്രഷറായി. നിന്നെ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ വരും. നിന്നെ ഞാൻ കേസ് കൊടുക്കും, നിന്നെ കേസിൽ കൊടുക്കും, എൻ്റെ അടുത്ത് പൈസ. ഞാൻ സത്യം പറഞ്ഞാൽ ഇയാളാണ് എനിക്ക് ഫസ്റ്റിൽ ഇങ്ങോട്ട് പൈസ അയച്ചെന്ന ആൾ. എൻ്റെ കഷ്ടമൊക്കെ കണ്ടിട്ടും അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നിനക്ക് ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ അയച്ചു തന്നത്. പിന്നെ അയാൾ പറഞ്ഞു കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മെഹർ മേടിക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ കഷ്ടങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞ് പൈസ തന്നാൽ മേടിക്കാനിരിക്കണ്ട. അത് മേടിക്കാതിരുന്ന പ്രശ്നം തീരില്ലേ മോളെ? നീ പൈസ ഇട്ട് നിനക്ക് വേണം, അങ്ങേര് തന്ന മെഹർ വേണം, എല്ലാം വേണം. പക്ഷെ അയാളെ കല്യാണം കഴിക്കാൻ വയ്യ. അയാൾ നാട്ടിൽ വരുമ്പോഴേക്ക് സെറ്റിൽ ആവണമെന്ന് പറഞ്ഞു. പിന്നെ ഇയാളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായപ്പോൾ ഇത് നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് വിട്ടത്.
ശരിക്കും അയാൾക്ക് നിൻ്റെ ക്യാരക്ടർ മനസ്സിലായോ അതോ നിനക്ക് അയാളുടെ ക്യാരക്ടർ മനസ്സിലായോ? അതിലെത്ര വ്യക്തത വന്നിട്ടില്ല കേട്ടോ. അപ്പൊ സത്യത്തിൽ പറഞ്ഞാല് ഇതാണ് സംഭവിച്ചത്. ഈ പൈസ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ ഞാനൊരു കടമായിട്ടാണ് കണക്കാക്കി വെച്ചിരിക്കുന്നത്. ഈ പൈസ ഞാൻ അയാൾക്ക് തീർച്ചയായിട്ടും ഞാൻ എത്രയും വോയിസ് അയാൾക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും, എൻ്റെ കയ്യിൽ പൈസ വന്ന ഉടനെ ക്യാഷ് ഞാൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞതും കേൾക്കാണ്ട് അയാൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു നല്ല സ്വഭാവമല്ല. എന്താ പറയാ, അയാള് ഇനി അയാളെ കേസ് കൊടുക്കുക വേറുള്ളത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പൈസ ഇന്ന ഡേറ്റിന് തരാന്ന് പറഞ്ഞിട്ട് ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ കുറേ പെണ്ണുങ്ങളിലെ ഇയാൾ ഇതാക്കി കൊടുക്കും. ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ജസ്നാന്റെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത്. ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങായിനായിട്ട് മീറ്റ് ചെയ്യാനാണ്. ജസ്ന ഭയങ്കരമായിട്ട് ഫ്രോഡാണ്. അവള് ഭർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രശ്നം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ജസ്നാന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാൾ ഏത് രൂപത്തിൽ പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി. കൂടെ നിൽക്കുന്ന ആൾക്കാരിലേക്ക് ഇങ്ങനെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട്, സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബറാണ്, അവളൊരു യൂട്യൂബറാണ്. അപ്പോൾ അവളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. നാട്ടിൽ വന്ന അന്യരുത്തൻ്റെ പൈസ മേടിക്കാനായിട്ട് ഇരിക്കുമ്പം ഓർക്കണം, അത് താനായാലും താൻ ഈ പറഞ്ഞ ജസ്ന എന്ന് പറയുന്ന സ്ത്രീയാണെങ്കിലും. അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ പൈസ ഇങ്ങനെ മേടിച്ച് അടുക്കി കയ്യിൽ വെച്ച് അന്നേരം ഉള്ള ആ ഒരു സന്തോഷത്തിന് അടിച്ച് പൊളിച്ച് തിന്ന് തീർക്കുമ്പോഴത്തേക്ക് ഓർക്കണം, ആ ഒരു പൈസയുടെ മേലെ എന്നായാലും ചോദ്യം ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ തന്നെ ആയിരിക്കും ആവശ്യപ്പെടുന്നതെന്ന്. അത് ചിന്തിക്കാത്ത വിഡ്ഢികളുടെ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉള്ള കാറ് കൊണ്ട് അലയിലുണ്ട്. ഞാൻ മറ്റേ എന്താണ് വീഡിയോ എടുക്കണ ജിംബല അങ്ങനെ എന്തൊരു സാധനം ഉണ്ടല്ലോ, വീഡിയോ എടുക്കാൻ പറ്റിയ ആ സംഭവം. നമുക്ക് യൂട്യൂബ് കൈകാര്യം ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആകെയുള്ള ഒരു സെൽഫി സ്റ്റിക്കും വേറുള്ള കാര്യങ്ങൾ മാത്രമേ. അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കലുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് തന്നെ ഏകദേശം അയാളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ്, അവളെ വിട്ടപ്പോൾ എന്നെ പിടിച്ചതാണ് സംഭവം. എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് അയാളുടെ അവളെ വിട്ടപ്പോൾ നിന്നെ പിടിച്ചതെന്ന് പറയാൻ നീ പൊടിക്കൊച്ചൊന്നുമല്ലല്ലോ, 5 കുട്ടികളുടെ ഉമ്മയല്ലേ. നിന്നെ പിടിക്കാനായിട്ട് നീ നിന്ന് കൊടുക്കണ്ട. എന്തിനാ ഒരാൾ വന്ന് പിടിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് നിന്ന് കൊടുക്കുന്നത്? നിനക്കെന്താ പ്രതികരിക്കാൻ അറിയില്ലേ? ഇപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം നീ നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ എന്തിനാ മറ്റൊരാൾ വരുമ്പോഴത്തേക്ക് നിന്ന് കൊടുക്കുന്നത്? എന്താ ഈ കൊച്ചി പറയുന്നത്? അനുസരിച്ചിട്ട് ഞാൻ എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഇവനുണ്ടല്ലോ അവനോട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ. അപ്പൊ അവനാണ് ഫസ്റ്റ് വയനാട്ടിൽ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ശല്യമാണ് സർഫു എന്ന് പറഞ്ഞപ്പോൾ അവനാണ് എൻ്റെ അടുത്ത് കൂടുതൽ, അവൻ ഫോൺ എടുത്ത് സംസാരിച്ചപ്പോഴാണ് ഇയാൾക്ക് കൂടുതൽ പ്രഷറായത്. ഓ ആണ്, ഏത് ആണുങ്ങളായിട്ടാണ് നീ കറങ്ങാൻ നടക്കുക അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കര പ്രഷർ കൂടിയത്. അങ്ങനെയാണ് ഞാൻ. അത് പിന്നെ പ്രഷർ കൂടാതിരിക്കുമോ? അയാൾ വേല ചെയ്ത പൈസ എത്രയും എനിക്ക് അയച്ചു തന്നു. പിന്നീട് അതൊന്നും അല്ലാതെ മഹർ മേടിക്കാനായിട്ട് അയാൾ കുറേ ക്യാഷ് അയച്ചു തന്നു. പിന്നെ അയാൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അയാൾ താരി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് താൻ വേറൊരാളുടെ കൂടെ വയനാട്ടിൽ അവിടെ എവിടെയൊക്കെ കറങ്ങി കിടക്കുമ്പോൾ അത് അയാൾക്ക് ഇഷ്ടപ്പെടുമോ? അയാൾ എങ്ങനെ തെറ്റി പറയാനിരിക്കും? ഇതെന്താ ഈ പെണ്ണ് പറയുന്നത്? ഞാൻ ഒഴിവാക്കിയത് എന്തായാലും പൈസ ഞാൻ ഇയാളുടെ എത്തിക്കും, അത് ഉറപ്പാണ്. അയാളിപ്പോൾ ഏത് വഴിയിൽ കേസ് കൊടുത്താലും എത്തിച്ചതിന് ശേഷം സംസാരിക്കൂ, അതായിരിക്കും നല്ലത്. വേറുള്ളവർക്കും മൊത്തത്തിൽ ഇയാളെ യൂട്യൂബിലിട്ട് ഞാൻ ഇയാൾക്ക് അപ്പോഴും പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ കുറഞ്ഞിട്ട് ഈ സംഭവം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ ഈ പൈസ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാൾ അല്ല, യൂട്യൂബിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലെന്ന് പറയേണ്ട കാര്യമില്ല. നീ എല്ലാ കാര്യങ്ങളും യൂട്യൂബിലേക്ക് കൊണ്ടുവരേല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ അത് ചെയ്യാതിരിക്കണമെന്ന് വാശി പിടിക്കേണ്ട കാര്യം എന്താണ്? അല്ല പിന്നെ കുറേ അനാവശ്യങ്ങളും കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ കിട്ടുന്ന വഴി നോക്കിക്കോ പൈസ എന്നൊക്കെ ഞാൻ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അയാൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു നിങ്ങൾ കിട്ടുന്ന വഴി പോയി മേടിച്ചോളാൻ പറഞ്ഞു. അതായത് നിയമപ്രകാരം പോയി മേടിച്ചോളാൻ എന്നായിരിക്കും. അല്ലെങ്കിൽ അത് കിട്ടാൻ പോണില്ലെന്നുള്ള ധ്വനിയിലായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഒരു കാര്യം, അയാളുടെ കയ്യിലിരിക്കുന്ന പൈസ എല്ലാം മേടിച്ചിട്ട് ഇങ്ങനെ ഒരു വോയിസൊക്കെ അയാൾക്ക് വിടുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആ വോയിസ് എല്ലാം പുറത്താവുമെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവളായിട്ട് തന്നെ സോഫ്റ്റായിട്ടങ്ങ് തുറന്നു വിട്ടിരിക്കുന്നത്. ആളുടെ മുതൽ ആവശ്യമില്ല, അങ്ങനെ അന്യ ആളുടെ മുതൽ ആഗ്രഹിക്കുന്ന ഒരാളും ഇല്ല, വ്യക്തിയല്ല ഞാൻ. അങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ എനിക്ക് യൂട്യൂബ്. അത് ശരിയാണ്. അന്യരുടെ മുതലൊന്നും ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ ഇഷ്ടം പോലെ പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടിയാണ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഞാൻ ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല.
അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇതിൽ ഇപ്പം എന്ത് കമന്റ് ഇട്ടാലും നിങ്ങൾ എന്നെ എന്ത് മോശം വിചാരിച്ചാൽ ഒരു പെണ്ണിന് ഇത്രയൊക്കെ രൂപ അയച്ചു തരികയെന്ന് പറഞ്ഞാൽ ഏത് പെണ്ണും കൈ നീട്ടി വാങ്ങിക്കും. ഇപ്പൊ ജസ്റ്റ് 3 ലക്ഷം രൂപ അയാളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞാലേ അവളൊരു യൂട്യൂബറാണ്. അപ്പൊ അവൾക്കും ആലോചിച്ചൂടെ ഇങ്ങനത്തെ ഉള്ള ആൾക്ക് വ്യക്തികളുടെ അടുത്തൊക്കെ പൈസ മേടിച്ചു പറഞ്ഞാൽ വേറെ രീതി. ഈ പെണ്ണ് എന്താ പറഞ്ഞായിരുന്നത്? എന്തത് പൈസയൊക്കെ തന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും മേടിക്കുമെന്നോ? അങ്ങനെ ആരും മേടിക്കില്ല, നീ മേടിക്കും. നീയും നിന്നെ പോലുള്ള ഏതെങ്കിലും അവളുമാർ ഊളച്ചികളുണ്ടെങ്കിൽ മേടിക്കും. ഏതൊരാണും പൈസ തന്നാൽ ആരായാലും മേടിക്കുന്നത്. എന്താ വെച്ചാൽ പൈസ എന്ന് കാണുമ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം എന്താ കണ്ണൊങ്ങ് മഞ്ഞളിച്ചിരിക്കുമോ? എൻ്റെ പൊന്നു മക്കളെ, കണ്ണി കണ്ടവന്മാർ തരുന്ന പൈസ മേടിച്ച് നക്കിയിട്ട് ബാക്കിയുള്ള പെണ്ണുങ്ങളും അതുപോലെയാണെന്ന് പറയുന്നത് നിനക്ക് എത്ര വിവരമുണ്ട് ഊളെ? പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഒരു പെൺകുട്ടിയാണ്, എനിക്ക് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനും അയാളുടെ അടുത്ത് പൈസ മേടിച്ചു. എന്ത് നല്ല അന്തസ്! ഞാനും ഒരു പെൺകുട്ടിയാണ്, എനിക്കും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനും അയാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു. തീർന്നു, സിമ്പിൾ. ഇങ്ങനെ പൈസ മേടിക്കാനിരിക്കുമ്പോഴത്തേക്ക് ആണുങ്ങൾ വേറെ വല്ലതും കൂടി പറയും. അതോട് കേട്ട് കൊടുത്തേ പറ്റൂ. എന്നിട്ട് ആണുങ്ങളെ തന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിനക്ക് നാണം ഉണ്ടോ ഇവിടെ പറയാൻ? 5 കുട്ടികളുടെ ഉമ്മയല്ലേ നിനക്ക്? ആ കുട്ടികളെ ഓർക്കുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ചളിച്ച പുഴുത്ത വർത്തമാനങ്ങൾ പറയാതിരിക്കുക. തന്നെയാണ് അത് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ട്രാപ്പിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൈസ. പെൺകുട്ടി എന്ന് പറയാൻ നീ എന്താ ചെറിയ കുട്ടിയാണോ? 5 കുട്ടികളെ 15 വയസ്സ് തൊട്ടുള്ള കുട്ടികളുടെ ഉമ്മയാണ് നീ. എന്നിട്ട് നീ എന്താ കുഞ്ഞു കുട്ടികളെ പോലെയൊക്കെ സംസാരിക്കുന്നത്? നിനക്കെന്താ വിവരമില്ലേ കൊച്ചേ? കൊണ്ട് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, തെറ്റിദ്ധരിക്കേണ്ട നിങ്ങളാരും. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇങ്ങനെയൊക്കെ കണ്ടവരുടെ പൈസ മേടിച്ചിട്ടൊന്നല്ല ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നത്. അന്തസ്സായി യൂട്യൂബിൽ വീഡിയോസ് ചെയ്തിട്ടും പൈസ കിട്ടിയിട്ട് അതിനുള്ള വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നത്. ഇയാളുടെ പൈസ ഒരു ഡേറ്റ് ഞാൻ അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റിന് അയാൾക്ക് ഞാനവിടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ തെളിവ് എൻ്റെ എളാമാൻ്റെ മോനായിട്ട് സംസാരിപ്പിക്കണേ ഞാൻ സംസാരിപ്പിക്കാം. എൻ്റെ മാമ ഉണ്ട്, മാമനായിട്ട് നിന്റെ ഇളയമ്മൻ്റെ മോൻ്റെ സംസാരം കേൾക്കണ്ട, ആരെയും സംസാരം കേൾക്കണ്ട. കാരണം നീ തന്നെ വാതറക്കുന്ന നുണ പറയാനാണ്. അതുകൊണ്ട് പിന്നെ നീ ഹാജരാക്കുന്ന ആരുടെയും വർത്തമാനം ആർക്കും കേൾക്കണ്ട. ഓക്കെ? ഓൾറെഡി. പിന്നെ ഇയാൾ മാമാക്ക് വിളിച്ചു പറഞ്ഞു അവള് പൈസ പറ്റിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ മാമ അതിനുള്ള മറുപടി എന്താ വെച്ചാൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ എളാമാൻ്റെ മോനോട് ഞാൻ പറഞ്ഞു. അല്ല, മാമ കൊടുക്കും, കാരണം നിന്റെ മാമയല്ലേ. അപ്പൊ നിന്നെ പോലെയുള്ള ഇത്തിരി ഊടായ്പെങ്കിലും മാമയ്ക്ക് കിട്ടാതിരിക്കില്ലല്ലോ. ഇയാളുടെ പൈസയാണ് ഞാൻ നിനക്ക് തിരിച്ചു തന്നത്, നീ അത് തിരിച്ചു തരണം, എന്നാലാണ് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവൂടാന്ന് ഞാൻ അവർക്ക് പറഞ്ഞു. പക്ഷെ അവൻ എന്താ പറയുക, ഭയങ്കര പോയി അവൻ ഒരാഴ്ച കൊണ്ട് നാട്ടിൽ വരേണ്ട ഒരു അവസ്ഥയായി. കാരണം ശരിക്കറിയണമെങ്കിൽ എൻ്റെ കണ്ണടഞ്ഞടഞ്ഞ് പോകുന്നു. ഇന്നലെ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു, അങ്ങനെ ഉറങ്ങാനേ പറ്റിയില്ല. തലവേദനയും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. തലവേദന, മൂക്കടപ്പ്, ആകെപ്പാട് അസ്വസ്ഥതയായിരുന്നു. സത്യം പറഞ്ഞാൽ കണ്ണ് തൂങ്ങി അടയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല. അതാണ് വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്താ പറയുക, എന്നെ ഈ കുത്തിത്തിരിപ്പും ഞാൻ യൂട്യൂബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മാറ്റം ചെയ്യുന്ന പോലെ തന്നെ ആ കുട്ടി ഗൾഫിൽ പോയപ്പോൾ ആ കുട്ടീനെ നല്ല അമ്പയ്ക്ക് വെച്ചു. നാട്ടിലുള്ള ഞാൻ എന്താ പറയുക, ഇതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് കുടുംബക്കാരനെ ചെയ്യണതുകൊണ്ടേ ഒരാളും നേരെ ആവണത് നമ്മുടെ അവിടെ ഉള്ളവർക്ക് കണ്ടുകൂടാ. അപ്പൊ ആ കുട്ടി പണിക്ക് കയറി ഉടനെ തന്നെ ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം, ഭയങ്കര പ്രഷറാണ്. എനിക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല, കൈകാല ഇറക്കില്ല, അങ്ങനെ ഓരോ സംഭവങ്ങൾ. പിന്നെ നമ്മൾ തങ്ങളുടെ അടുത്ത് ഇവിടേക്ക് പോയി നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാല് അവരവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെച്ചിരിക്കുന്ന നാട്ടിലുള്ള ഏതോ കൂടാത്രം പറഞ്ഞ് ലാസ്റ്റ് കൂടാത്രത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ് നമ്മുടെ പെൺകുട്ടി. എന്തായാലും കൊച്ചേ, നീ പറഞ്ഞ ചില വാക്കുകളുണ്ടല്ലോ, അത് നീ തന്നെ പിൻവലിക്കണം കേട്ടോ. അതായിരിക്കും നിനക്ക് നല്ലത്. ഏതൊരു പെൺകുട്ടിയായാലും പുരുഷന്മാർ പൈസ തന്നു കഴിഞ്ഞാൽ അപ്പോഴേ മേടിക്കും. അതുപോലെ ജസ്റ്റിനെ മേടിച്ചു 3 ലക്ഷം, അതുപോലെ ഞാനും മേടിച്ചു കുറേ ലക്ഷങ്ങൾ. പക്ഷേ ആ ലക്ഷം എത്രയാണെന്നൊന്നും പുള്ളിക്കാരത്തി വെളിപ്പെടുത്തുന്നില്ല. എന്തായാലും പുള്ളിക്കാരത്തി ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് വഹിച്ചു എന്ന് തോന്നുന്നു. അവസാനം കറിയിലിട്ട കറിവേപ്പില പോലെ അയാളെ എടുത്ത് കശക്കിയെടുത്ത് ദൂരെ എറിഞ്ഞിരിക്കുകയാണ്. അതിൽ പുള്ളിക്കാരൻ ആകെ കാലും കൈയിട്ട് അടിക്കുകയാണെന്ന് തോന്നുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇവളും അയാളും കൂടെ തമ്മിലുള്ള ഒരുപാട് ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് അയാൾ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോളെ നീ പെടും കേട്ടോ. അപ്പോൾ എന്തായാലും നിൻ്റെ ചില വാക്കുകളുണ്ടല്ലോ, എല്ലാ പെൺകുട്ടികളും ഒരുപോലെയാണ്. ആരെങ്കിലും കുറച്ച് പൈസ തന്നു കഴിഞ്ഞാൽ മേടിക്കും എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അത് നീ പിൻവലിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. കാരണം നിന്നെ പോലുള്ള ഊളച്ചികൾ മാത്രമേ അങ്ങനെ മറ്റുള്ള ആണുങ്ങൾ പൈസ തരുമ്പോഴത്തേക്ക് അങ്ങ് മേടിക്കാനായിട്ടിരിക്കൂ, കയ്യിൽ നിന്നിട്ട് മേടിക്കാനിരിക്കൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയാതിരിക്കുക. അപ്പോൾ എന്താണ്, ഇത്രയൊക്കെയുള്ള വീഡിയോ. ഇഷ്ടമായവരൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, നല്ല തലവേദനയായിരുന്നു, ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, തലവേദനയും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക്
കണ്ണിന് നല്ല ബുദ്ധിമുട്ടുണ്ട്, ഉറക്കം വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.